പ്രശസ്തനായ യൂട്യൂബർ സ്ട്രെല്ലിൻ മലയാളം. പുള്ളിക്കാരനറിയാത്ത ബൈക്കേഴ്സ് ആയിക്കോട്ടെ, ബൈക്ക് ലവേഴ്സ് ആയിക്കോട്ടെ, ട്രാവലേഴ്സ് ആയിക്കോട്ടെ, വളരെ ചുരുക്കമായിരിക്കും, വിരളമായിരിക്കും. കാരണം പുള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വലിയൊരു യൂട്യൂബറാണ്. ഫേസ്ബുക്കിൽ റിവീൽ ചെയ്യാത്ത ഞങ്ങളുടെയൊക്കെ ആശാനെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെയൊക്കെ ആശാനാണ്. അപ്പം പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ വീഡിയോസിൽ ഓപ്പൺ റോഡ് കണ്ടു എന്നും പറഞ്ഞ് പുള്ളി വണ്ടി വലിച്ചെടുക്കുന്നൊരു പരിപാടിയുണ്ട്, മനസ്സിലായോ? അത് കണ്ടിട്ട് പല മണ്ടന്മാരെന്ന് തന്നെ ഞാൻ പറയും, മനസ്സിലായോ? മണ്ടന്മാരെന്ന് തന്നെ ഞാൻ പറയും, അല്ലെങ്കിൽ പൊട്ടന്മാരെന്ന് പറയും. സത്യം ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓടിക്കുന്ന ഒന്നാമത്തെ കാര്യം കേരളത്തിലല്ല, ഇനി എവിടെ ആയിക്കോട്ടെ, സ്ഥലം എവിടെ ആയിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. പുള്ളി ഓപ്പൺ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററെങ്കിലും അല്ലെങ്കിൽ കണ്ണെത്തുന്ന ദൂരത്തോളം വണ്ടികളൊന്നും റോഡിലില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതൊരു വൺ വേ ആണ്. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് 2 സൈഡിലും കടകളോ അല്ലെങ്കിൽ കണ്ടൽക്കാടോ അങ്ങനെയൊന്നുമില്ല. കാരണം മനുഷ്യനായിക്കോട്ടെ, ഒരു പട്ടി ആയിക്കോട്ടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം 2 സൈഡിലും ഒരു എന്താണ് പറയുക, ഒരു സംഭവമുണ്ട്. ഇതേപോലൊരു സാധനം 2 സൈഡിലും കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേരറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടി ആയിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ഇങ്ങോട്ട് ചാടി ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ചില സ്ഥലങ്ങളിൽ പുള്ളിയുടെ വീഡിയോയിൽ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടാകും റോഡിൻ്റെ സെൻറ്ററിൽ, വൺ വേയിൽ. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇറങ്ങാനൊക്കെ സാധ്യത ഉണ്ടായതുകൊണ്ട് പുള്ളി നടുക്കത്തെ വരയിൽ നിന്ന്, അതായത് റോഡിന് നടുക്കത്തെ വരയില്ലേ, അതിന് തൊട്ട് ആ നടുക്കത്തെ വരയോട് ചേർന്ന്, ആ നടുക്കത്തെ വരയുടെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മനസ്സിലായി? ഇത്രയും സേഫ് ആൻഡ് സെക്യൂറായിട്ടാണ് പുള്ളി, അങ്ങനെയുള്ളൊരു റോഡിനെയാണ് പുള്ളി ഓപ്പൺ റോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് കണ്ടിട്ട് പല മണ്ടന്മാരും പല പൊട്ടന്മാരും പല പഞ്ചായത്ത് റോഡായിക്കോട്ടെ, മെയിൻ റോഡായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്ന റോഡായിക്കോട്ടെ, ഇവിടുന്ന് അവിടം വരെ ആ ഒരു മഞ്ഞ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 100 മീറ്റർ വണ്ടി ഒന്നും കാണുന്നില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരിക്കും, റോഡ് മൊത്തം കുണ്ടും കുഴിയായിരിക്കും, അപ്പുറം ഇപ്പുറം എല്ലാം കാടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പുറം ഇപ്പുറം എല്ലാം കാടായിരിക്കും, അല്ലെങ്കിൽ 2 സൈഡിലും വീടുകളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള റോഡിൽ വണ്ടി കുറച്ച് കുറവാണെന്നും പറഞ്ഞ് പല മണ്ടന്മാരും ഓപ്പൺ റോഡ് കണ്ടു ഒന്ന് കൈ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് സ്ട്രെല്ലിൻ്റെ കോപ്പി അടിക്കുന്ന രീതിയിൽ കൈ കൊടുക്കാറുണ്ട്. അത് പല യൂട്യൂബിലും ബൈക്ക് റിവ്യൂസിലും ഞാൻ താനേ ഇരുന്നിരിക്കും, ഈ പൊട്ടന്മാരെന്നതാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായി? അത് സ്ട്രെല്ലിനെ അത് കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവന്മാർ മനസ്സിലാക്കുന്നില്ല സംഭവം എന്തുവന്ന് അവന്മാർ മനസ്സിലാക്കുന്നില്ല. ഈ ഓപ്പൺ റോഡ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മുടെ പ്രശസ്തനായ യൂട്യൂബറായ സ്ട്രെല്ല് ഏത് രീതിയിലുള്ള റോഡിനെയാണ് ഓപ്പൺ റോഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോഡുകളെ കണ്ട് ഓപ്പൺ റോഡ് കണ്ടു ഒന്ന് കൈ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്ന പൊട്ടന്മാരുണ്ടല്ലോ, ഇങ്ങനെ കൈ കൊടുക്കുന്ന പൊട്ടന്മാരുണ്ടല്ലോ. ഇറങ്ങ് കൈ കാണിക്കുകയും ചെയ്യും, ഇറങ്ങത്തുമില്ല. അപ്പം ഇങ്ങനെ കാണിക്കുന്ന പൊട്ടന്മാരാണ്. എനിക്ക് ഒരു മണ്ണാങ്കട്ടെ പറയില്ല. എന്തോ പറയാൻ പറ്റും ഇവരോടൊക്കെ. പച്ചയ്ക്കാണെങ്കിൽ സ്ട്രെല്ല് വീഡിയോയിൽ തന്നെ, ആ വീഡിയോ കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ലേ എന്താണ് ഓപ്പൺ റോഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം പുള്ളി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയാണെങ്കിൽ ഒരു റോഡിൽ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലും കാണിക്കുന്നുണ്ട് എങ്കിൽ പുള്ളി ഒരു റൗണ്ട് ആ ഒരു റോഡ് നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന റോഡ് ഒരു റൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പയ്യെ പോയി റോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പണിയുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. കാരണം ഇന്നലെ കണ്ട റോഡായിരിക്കത്തില്ല ഇന്ന് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടോ എന്ന് പുള്ളി ഒരു റൗണ്ട് പോയി നോക്കിയിട്ട് വന്നതിന് ശേഷമാണ് ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ ബൈക്ക് റിവ്യൂവിന് വേണ്ടി എടുക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. നമുക്കിപ്പോൾ ഈ ബൈക്കാണെങ്കിൽ മാക്സിമം എത്ര കയറുമെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എങ്ങനെ പോയാലും ഒരു 160 170 അതിനടുത്ത് എന്തായാലും കയറുന്നൊരു ബൈക്കാണ്. എന്നിട്ട് പോലും ഈ ബൈക്ക് 130 സംതിങ് കിലോമീറ്റർ കയറിയുള്ളൂ. ഇനിയും ബൈക്ക് സ്പീഡ് കയറാൻ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ആവശ്യമില്ല. റോഡിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു പവറാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. നോർമലായിട്ട് ബൈക്ക് ഓടിക്കാൻ, അല്ലെങ്കിൽ ഒരുമാതിരി കഴപ്പ് പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മുടെ ഒരു സേഫ്റ്റി മുൻനിർത്തി ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ റോഡോട് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ കൈ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അല്ലാതെ ഒരു ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണിക്കുമ്പോൾ റോഡ് സേഫ് ആണോ എന്നൊക്കെ പുള്ളി തന്നെയാണ് പറഞ്ഞത്. പുള്ളി ഒരു റൗണ്ട് പോയി നോക്കിയൊക്കെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ നോക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു വൺ വേയിൽ
ഒരുപാട് നീളത്തിൽ വണ്ടിയൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, രണ്ട് സൈഡിൽ നിന്നും പട്ടി ആയിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ഒരു സാധനം ക്രോസ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, റോഡിൽ അപ്രതീക്ഷിതമായി മുന്നിലൊരു കുഴി പ്രത്യക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഓപ്പൺ റോഡെന്ന് പറയാം. അതാണ് ഓപ്പൺ റോഡ്. അല്ലാതെ വണ്ടിയില്ലാത്ത റോഡല്ല ഓപ്പൺ റോഡല്ല. ഇത് ഞാൻ പറയണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനലില്ലായിരുന്നു ആ ഒരു സമയത്തൊന്നും. ഞാൻ പിന്നെ അവന്മാരുടെയൊക്കെ വീഡിയോക്കകത്ത് പോയി കമൻറ്റ് ഇടും, ഇതല്ലടാ പൊട്ട ഓപ്പൺ റോഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടും. പക്ഷേ എൻ്റെ റീപ്ലൈ കമൻറ്റ് ഒന്നും വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്തോ ആയിക്കോട്ടെ. ഏത് യൂട്യൂബറാണെന്ന് പോലും മറന്നുപോയി. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. ഇപ്പോൾ ഉള്ള കാര്യം പറയുന്നതിന് ഇപ്പോൾ നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ തുറന്ന് പറയുന്നതിന് നമുക്കിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. പുള്ളി തന്നെ പബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് യൂട്യൂബറാണ് എന്ന് എനിക്കറിയില്ല. കാരണം മുന്നേ ഞാനിങ്ങനെ എനിക്ക് ഏത് ബൈക്ക് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പല ബൈക്കുകളുടെ റിവ്യൂസ് ഇങ്ങനെ മാറി മാറി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബൈക്ക് ഇറങ്ങി അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കതെങ്ങനെ എന്ത് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ പർപ്പസിനത് മാച്ച് ആവുമോ എന്നൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ബൈക്കുകളുടെ റിവ്യൂസ് ഇങ്ങനെ കാണുന്ന കൂട്ടത്തിൽ ഏതോ ഒരു പുള്ളിക്കാരൻ്റെ റിവ്യൂവിൽ ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ഏതോ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഫുൾ പൊട്ടൻഷ്യൽ നല്ലൊരു ഓപ്പൺ റോഡ് ഒന്ന് കൈ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് സംഭവം സ്ട്രെല്ല് ഇങ്ങനെ ഒരു ഓപ്പൺ റോഡ് കാണാം. അതാണെങ്കിൽ നമ്മുടെ കേരളം പോലും അല്ലത്. നമ്മുടെ കേരളത്തിൽ അങ്ങനൊരു റോഡ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു വെളുപ്പിലെ 5:30 വെളുപ്പിന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഹൈവേ വഴി പിടിച്ചാൽ മതി. നല്ല ഒന്നാം തരം റോഡ് കിട്ടും. 5:30 വെളുപ്പിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏത് സമയത്താണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കൈ കൊടുത്ത് കയറി പോകാൻ പറ്റുന്ന റോഡാണ് തൃശ്ശൂർ പാലക്കാട് ഹൈവേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കോവളം ബൈപ്പാസ് ചെയ്യുക, കോവളം കയറുക. കോവളത്താണെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ പോകും. അല്ലാതെ ഒരുപാട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇങ്ങനെ കൈ കൊടുത്ത് കയറി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡോമിനാർ എടുത്തിട്ട് ഇന്നാണ് ഞാനത് 100ന് മേലോട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യുന്നത് തന്നെ. മനസ്സിലായില്ലേ? ഇന്നാണ് ഞാൻ കവർ ചെയ്യുന്നത്. അതേപോലെ റോഡ് നമുക്ക് കിട്ടണ്ട. റോഡ് കിട്ടിയാലേ വണ്ടിയുടെ പവർ എന്താണ്, വണ്ടിയുടെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 400 cc ബൈക്ക് 170 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നൊരു ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് 10 കൊല്ലം നടന്നാലും ബൈക്ക് എന്താണെന്നോ ബൈക്കിൻ്റെ ക്യാരക്ടർ എന്താണെന്നോ അറിയാൻ പറ്റത്തില്ല. ബൈക്കിൻ്റെ ക്യാരക്ടർ അറിയണമെങ്കിൽ ഫുൾ ഗിയർ വിട്ടിട്ട് ബൈക്കിൻ്റെ ഒരു ഏത് രീതിയിലാണ് ബൈക്ക് നമ്മളടുത്ത് പെരുമാറുന്നത്, നമ്മളെ ഏത് രീതി അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അത് പലരും പറയും എന്താ ടോപ്പിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കരുത്, അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ ഡേഞ്ചറാണ്. സംഭവം ശരിയാണ്. പക്ഷേ നമ്മുടെ കയ്യിരിക്കുന്ന ബൈക്കിനെ നമ്മൾ അറിയണമെങ്കിൽ ബൈക്കാണെങ്കിൽ നല്ല രീതി അത് വണ്ടിയുള്ള റോഡിൽ വേണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഏതൊരു വ്യക്തിയും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അറിഞ്ഞാലേ ബൈക്കിൻ്റെ ക്യാരക്ടർ എന്താണ്. ബൈക്ക് ഇപ്പോൾ ഒരു ഡോമിനാർ 400 പുതിയതൊരു 10 ഡോമിനാർ 400 ഇറക്കിയെന്ന് വിചാരിച്ചു. ഈ 10 എണ്ണത്തിനും 10 ക്യാരക്ടറായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ സംഭവം, എല്ലാം ഒരു മിഷനറി തന്നെയല്ലേ? പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. അത് നമ്മൾ 10 ഡോമിനാർ ഓട്ടിക്കുമ്പോഴും നമുക്ക് 10 രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളെ കാണത്തുള്ളൂ. അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഏതാണെങ്കിലും അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് കുറേ ഓടിക്കണം. അതിൻ്റെ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ കൊടുത്ത് നമ്മൾ ഓടിക്കണം. എന്ന് വെച്ച് കണ്ണി കണ്ട റോഡല്ല ഓപ്പൺ റോഡാണെന്നും പറഞ്ഞ് ഇനിയെങ്കിലും നിങ്ങളാരും എടുത്ത് ചാടരുത്. എൻ്റെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഇങ്ങനെ വണ്ടിയില്ലാത്ത റോഡ് മാത്രമാണോ അല്ലെങ്കിൽ വണ്ടി കുറച്ച് കുറവുള്ള റോഡ് മാത്രമാണോ ഓപ്പൺ റോഡെന്ന് നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി വെക്കുക. കാരണം അത്യാവശ്യം വിവരമുള്ളവരൊക്കെ ആണെങ്കിൽ എന്താണ് കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാതെ കുറച്ച് പീക്കിലെ പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ ചെയ്യുക. അയ്യോ, നമ്മളിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കണ്ണി കണ്ട റോഡല്ല ഓപ്പൺ റോഡല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് ചളവാക്കിയെന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം, അതായിരിക്കും നല്ലത്. അയ്യോ, പിന്നെ ഏതാ അവനാരെങ്കിലുമൊക്കെ ആവട്ടെ. എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ ഒരുപാട് പിന്നിട്ട് വന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടേ. ഇനി നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം.